ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, പുതിയ വീഡിയോ. അപ്പം പെട്ടെന്നൊരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ കൂട്ടാണ്ടെന്ന് രാവിലെ പോയിനു, സാധാരണ ഉച്ചക്കാ പോക്ക്. അപ്പോൾ വൈകുന്നേരം 7 മണി അങ്ങനെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നമ്മളോട് വെറുതെ അങ്ങോട്ടേക്ക് നടക്കേ. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു, ഇങ്ങോട്ടേക്ക് നടന്നു, നമ്മൾ തമ്മിൽ പകുതിക്ക് ഇങ്ങോട്ടേക്ക് ഒരുമിച്ച് നടക്കാം. എങ്ങനെയുണ്ട്? വെറുതെ പുറത്തേക്ക് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കൂടാണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സ്ഥിതിക്ക് ഏതായാലും നമ്മൾ അങ്ങോട്ടേക്കും പോകാമല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഓർ ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ല നമ്മൾ ഒരുമിച്ച് പോക്ക് നടക്കും, അത് ലേറ്റ് ആവും. അപ്പം നമ്മളെന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ എടുക്കാം അല്ലേ അതോ. അപ്പം നമ്മളിത് ഇറങ്ങാൻ പോകുന്നതാണ്, വേഗം ഇറങ്ങട്ടെ, ലോറിങ് എത്തിപ്പോവും. ഓക്കേ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ ആദുവിൻ്റെ ഡയപ്പർ ബാഗിൻ്റെ ഒരു വാട്ട് ഈസ് ഇൻ മൈ ഡയപ്പർ ബാഗ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എല്ലാം യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര, ദിവസമായിട്ട് അങ്ങനെ പോട്ടെ. ഇങ്ങനെ എന്താ പറയണ്ടേ, എപ്പോഴും ഞാൻ കുറച്ച് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ബ്രേക്ക് എടുക്കും. അങ്ങനെ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു പോഡ്കാസ്റ്റ് പോലെയെല്ലാം ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അറിയില്ല എന്താവുമെന്ന്, നോക്കാം. ഏതായാലും ഇതുപോലെ കുറച്ച് കാലം കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് വെറുതെ ക്ലീഷേ ലൈഫ് ടൈം വ്ളോഗ് മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു ചേഞ്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ കുറച്ച് ആലോചനകളൊക്കെ ഉണ്ട്, എന്താവുമെന്നറിയില്ല. എന്നാലും മാക്സിമം ഇതിൽ വീഡിയോ എടുത്ത് ആക്റ്റീവ് ആവണം എന്നാണ്. ഇനിയിപ്പം ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് ഇതന്നെ പോകുന്നതുകൊണ്ടാണ് നമുക്കൊരു ട്രാക്ക് കിട്ടാത്തത്. നമ്മളിപ്രാവശ്യം വിചാരിച്ചു കുറച്ചെന്തായാലും ഇവിടെ നിന്നിട്ട് ഇപ്പോഴൊന്നും നാട്ടിൽ പോകണ്ടെന്നുള്ള തീരുമാനം. മേ ബി ഓണത്തിന് പോകേണ്ടി വരും. അപ്പം അപ്പോഴേ പോകുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു എന്തായാലും വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതിൻ്റെ സഹകരണം പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പം നമ്മളിത് ഇറങ്ങി നടക്കുന്നതാണ്. മഴക്കാറ് ചെറുങ്ങാൻ്റെ, പക്ഷെ മഴയൊന്നുമില്ല. അതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ്, ചൂട് കുറവുണ്ട്. അതന്നെ വലിയ ഭാഗ്യമെന്ന് വിചാരിക്കാം. ഇനിയിപ്പം നടക്കണം. കേസപ്പോൾ കൂട്ടുകാരൻ ഇങ്ങോട്ട് എത്തിയെന്നാണ് പറഞ്ഞത്. നമ്മൾ പെരിങ്ങൽത്തൂരെത്താനായി, അല്ല ടൗണിലെത്താനായി. ഇവിടെ ഒരു പാർലറുണ്ട്, ഗ്രീൻ ട്രെൻഡ്സ്. നല്ല പാർലറാ മീൻസ് പുറത്തുനിന്ന് നല്ല പാർലറാ, അകത്തേരി നോക്കിയിട്ടില്ല. അതിന് പുറത്തു പോയി എങ്ങനെയാ, അതും വായി തുറക്കൂല, മിണ്ടൂല, എക്സ്പ്രഷൻ ഇല്ല, ചിരിക്കൂല. ഇങ്ങനെയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞ് ഇവൻ്റെ മട്ടും ഭാവവും മാറും. ഷോലക്കട്ടിയാണോ? നമ്മളെ തിരിച്ചടക്കണം ഗൈസ്. ആദം പശുവുണ്ട്. ഇവിടെ ഐബാക്കുണ്ട്. ഗൈസ്, നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. ഇവിടെ വേണം. ചോറുണ്ട് കുറച്ച്. കപ്പ ആക്കിയില്ല, അതിന് നേരത്തെ ആക്കി വെക്കും, തണിഞ്ഞു പോകൂലേ? അത് ഇപ്പൊ ഇത്ര വേഗം ആകുന്ന പരിപാടിയല്ലേ. വിശക്കുന്നതിന് ചോറുന്നോളാം. പിന്നെ അപ്പോൾ ഫാർമസി നമുക്ക് ആദ്യം ഡയപ്പർ വാങ്ങാൻ പോവാം ഗൈസ്. ഡയപ്പർ തീർന്നു പോയി. ആദം ഇതോടെ നോക്കുന്നു.
ഓനടി ലൈറ്റ് കണ്ടിട്ട് അപ്പടം അങ്ങോട്ടേക്ക് നോക്കും. അതാണ് അവൻ്റെ സ്വഭാവം. എന്ത് ചെയ്യാനാ, ഫാർമസിയിലേക്ക് പോകും. ഇതിനെത്രയാ? 399. ഇത് വേണ്ട, ഇതല്ല, ഇത് മീഡിയം 15 അടി സ്മോൾ. ഇത് വാങ്ങാം. അതും ഡയപ്പർ വാങ്ങിച്ച് തിരിച്ചു പോകുന്നത് ഗൈസ്. ലെൻസ് കാർട്ടിൻ്റെ ഷോറൂമിൻ്റെ ഇടാം മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകൾ. ഇതെല്ലാം പുതിയ ട്രെൻഡാന്ന് നിങ്ങൾക്കറിയില്ല. നാളെ നോക്കും. അവിടുത്തെ വട ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. എടുക്കുന്നുണ്ട്. ഇഡ്ഡലിയെല്ലാം ഉണ്ട് ഗൈസ്. ചട്നിയാണ് സായ്, സൂപ്പർ ചട്നി. ഈ ചട്നിയാണ് സൂപ്പർ ഗൈസ്. സാധനം കിട്ടി, തിരിച്ചു പോവാണ്. റൂമിലേക്ക് തിരിച്ചെത്തി ചായ കുടിക്കുന്ന ചായയും പട്ടയും. ഇന്നാണ് കപ്പയാക്കുന്നത്. ഇന്ന് കപ്പയും മീൻകറി. ഞാൻ മീൻകറി ആക്കില്ല, മീൻകറി കാണിച്ചാൽ രാവിലെ മീൻകറി ആക്കി വെച്ചു ഞാൻ. സൂപ്പർ ടേസ്റ്റി മീൻകറിയാണെന്ന് ഞാൻ പറയുന്നു. വേറെ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കൂട്ടാട്ടോട് അഭിപ്രായം ചോദിച്ചേക്കണം. നമുക്ക് രണ്ടാൾക്ക് ഇത്രയല്ലേ വേണ്ട. ആയിക്കൊണ്ടിരിക്കുന്നു. ചായയും വടയും കഴിക്കുമ്പം കാണാം. നമ്മളെ വട നല്ല മുരിഞ്ഞ വട. ഇത് നമ്മളിങ്ങനെ ചമ്മന്തി വയ്ക്കുക. ഇത് കാണിച്ചരാ. അതോടെ നിന്ന് നോക്കുന്നു. ഓ അക്രമിയായി. രക്ഷയില്ലാത്ത വട. വട എന്ന് പറഞ്ഞാൽ ഇതാന്ന് വട അല്ല വടാ. വട എന്ന് പറഞ്ഞാൽ ഇതാന്ന് വട. നല്ല ക്രിസ്പി. നാട്ടിലൊന്നും സാധനം കിട്ടുകയില്ല. നല്ല ചട്നി, എരിവുള്ള ചട്നി. അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് വടിയും ദോശ പ്രത്യേക സൂപ്പറാണ്. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. ലഞ്ച് മഹാ മീൻസ് നമുക്ക് എനിക്കിഷ്ടപ്പെടില്ല, ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും. ലൂസ് കറിയൊന്നും എനിക്കിഷ്ടമല്ല. ലൂസ് മാത്രമൊന്നുമല്ല, നല്ല മറ്റേ കറിയും ഉണ്ടാവല്ലേ. അന്നത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ പഴുതിനങ്ങനെ കറി നല്ല രസമുണ്ടായിരുന്നു അല്ലേ. അതും ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറി അതെല്ലാം ഉണ്ട്, അതന്നെ നല്ല രസമുണ്ട്. സാമ്പാർ വട ഒരു രക്ഷയില്ല. ഈ തട്ടുകട തന്നെ വാങ്ങണം. ഓൾറെഡി മീൻകറി ആയിട്ടുണ്ട്. ഇനി കപ്പയാക്കണം. കപ്പ മുറിക്കാൻ വേണ്ടി കാണുന്നതിന് കണ്ട് നിർവൃതി അടയുന്നു ഗൈസ്. ആദു ബ്ലോഗാണ്. നമ്മളെ കപ്പ ഇതാ
കുക്കറിലായി. ഗൈസ് അങ്ങനെ നമ്മളെ കപ്പ റെഡി ആയിരിക്കുകയാണ്. ഗായ്സ് ഇനി ഇത് വറുത്തിടണം. കട്ടാക്ക് മീൻ കറിയും റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. നമ്മളിങ്ങനെ കപ്പയിലേക്ക് കുറച്ച് മീൻ കറി ഇങ്ങനെ ഒഴിക്കുക. ചിങ്കിടി ചിങ്കിടിയായി. തല മതി എനിക്ക്, തല ഒരു മീനിൻ്റെ തലയും. സൂപ്പർ. സൂപ്പർ. ഞാൻ